നമ്മുടെ ലേശഗ്രീമിന് വേണ്ടി വന്ന രണ്ട് സുന്ദരി കുട്ടികളാണ് കേട്ടോ. ഇവള് ഇന്നലെ തൊട്ടേ ഇവിടെ ഉണ്ട്, ഇവള് ഇന്ന് വന്നതാണ് കേട്ടോ. അപ്പൊ രണ്ടുപേരും പഠിക്കുമല്ലേ? മോളത്തിലാ പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ. മോള് 4th. വീട് എവിടെയാ? പന്തളം. മോടെ ബഹരീന്ന് വന്നായിരുന്നോ? അപ്പൊ ഇതെല്ലാം പേന് കടിച്ചതാണ് അല്ലേ? ഇതെല്ലാം കയ്യെല്ലാം നല്ലോണം ഉണ്ട്, ദേഹത്തൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ഈ വീഡിയോ ചെയ്യാൻ മെയിൻ കാരണം എന്താന്ന് വെച്ചാലേ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ്. ഇപ്പൊ ഇവരായിട്ട് മുൻകരുതൽ എടുത്തിട്ടാണ് മാതാപിതാക്കളോട് പോയിട്ട് പറയുന്നത്. അങ്ങനെ പലതും പറയാതെ ഒളിപ്പിച്ചു വെക്കുന്ന കുറേ പേരുണ്ടാകും നമ്മുടെയൊക്കെ വീട്ടിൽ. മക്കളുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവർ സ്കൂളിലാണെങ്കിൽ ഒരുപാട് ഒറ്റപ്പെടുത്തൽ നാണക്കേടൊക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഈ പേനിന്റെ ഇതിന്റെയൊക്കെ ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാതാപിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മക്കളെ വിളിച്ചിരുത്തിട്ട് ചോദിക്കുക, എന്തെങ്കിലും വിഷമങ്ങൾ പറയാനുണ്ടോ, അല്ലെങ്കിൽ ഈ പേരിനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ തലയിലുണ്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ച് ഇതിൻ്റെ പേര് കൂട്ടുകാർ കളിയാക്കുന്നുണ്ടോ ഇല്ലയോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ടുള്ള 100% കുട്ടികളാണ് മാതാപിതാക്കളുടെ എടുത്തിട്ട് എൻ്റെ വീഡിയോ കൊണ്ട് കാണിച്ചിട്ട് എനിക്ക് ഈ ഒരു സ്ഥലത്ത് പോകണം എന്ന് പറയുന്നത്, ഇൻക്ലൂഡിങ് നീ അടക്കം അല്ലേ? കാരണം നീയും അവളും ഇവര് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ്. കാരണം അവർ എത്രത്തോളം അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് അവരോട് ചോദിക്കുക ഇതിനെ പറ്റിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടോ, പെയിന് കടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കടിക്കുക എന്തായാലും ഉറപ്പാണ്. കാരണം ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ, ഇവിടെ ദേഹം കണ്ടോ, ഇത് മൊത്തം പെയിൻ കടിച്ച് പറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇവളുടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഫുള്ള് ജട പിടിച്ചിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. നമ്മൾ അതെല്ലാം സെറ്റാക്കി കൊടുത്തതാണ്. ഇവളുടെ ഏകദേശം ഇവളുടെ കയ്യിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്, കാണുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ ഇവർക്ക് അറിയത്തുള്ളൂ ഇവരുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ. അപ്പം മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ജസ്റ്റ് മക്കളെ വിളിച്ചിരുത്തുക. നമ്മുടെ മക്കളല്ലേ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാമെന്ന് വെച്ചുകൊണ്ടിരുന്ന കാലം കടന്നു പോകും. നിങ്ങൾ വിളിച്ചിരുത്തിട്ട് ചോദിക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് സ്കൂളിൽ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുക. ചോദിക്കേണ്ട കടമ നമ്മുടെ അല്ലേ. അപ്പം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പം മോളെ സ്കൂളിൽ പിള്ളേരൊക്കെ കളിയാക്കലുണ്ടായിരുന്നോ? എന്താ പറഞ്ഞിട്ടായിരുന്നു കളിയാക്കുന്നത്? പോകുന്നില്ല, പേനിന്റെ മരുന്ന് തേച്ചിട്ട് പേൻ കളയും, പക്ഷെ പിന്നെയും വരും, അതല്ലേ? ടീച്ചർ പറഞ്ഞു പേൻ കളയാതെ ഇങ്ങനെ വരരുത്, അങ്ങനെ വരും. അപ്പൊ ഇവള് കുറച്ച് ദിവസമായിട്ട് പോണില്ല. പഠിക്കാനൊന്നും പറ്റത്തില്ല, പരീക്ഷയ്ക്ക് തോക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ വീട്ടിൽ കാണാറുണ്ടായിരുന്നു. അന്ന് ഞാൻ അമ്മയെ കാണിച്ചില്ല. പിന്നെ ടീച്ചർ എന്നെ പരീക്ഷയ്ക്ക് തോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയെ കാണിച്ചപ്പോൾ അമ്മ കൊണ്ടുവന്നു, ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ? സംഭവം എന്താണെന്നറിയോ, നമ്മൾ പരീക്ഷയ്ക്ക് തോക്കുമെന്ന് പറഞ്ഞാൽ ടീച്ചർമാർ തോപ്പിക്കുമെന്നല്ല പറഞ്ഞേ. നമുക്ക് ഈ പേനയൊക്കെ കടിച്ച് നെറ്റി വരെ മുറിഞ്ഞിരിക്കുന്നുണ്ട്, അദ്ദേഹം ഫുള്ളായിട്ട് മുറിഞ്ഞിരിക്കുക കണ്ടോ. അപ്പം അതിൻ്റെ ചോദിച്ചിൽ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല, നമുക്ക് അതിലോട്ട് ശ്രദ്ധ പോകത്തില്ല. മനസ്സിലായോ അവയ്ക്ക്? അതുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞത്. ഉറങ്ങാൻ പറ്റത്തില്ല, ഈ പേന് കടിച്ചിട്ട് എങ്ങനെ ഉറങ്ങുവാവ? കണ്ടായിരുന്നല്ലോ തല ഫുള്ള്, ഇവളുടെ തല ഫുള്ളായിട്ട് പൊതിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതെയാ, അതങ്ങനെ പിള്ളേർ, ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ TV കണ്ടോണ്ടങ്ങനെ ഇരിക്കും. നമ്മളെപ്പോലെ വലിയ മെച്ചൂരിറ്റി കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക്, മനസ്സിലായ? അതാണ് സംഭവല്ലേ. അപ്പോൾ അവ ഇങ്ങനെ കൂട്ടുകാരൊക്കെ കളിയാക്കി അല്ലേ? അപ്പൊ നമുക്ക് വിഷമം തോന്നിയാ? അതാണ് സ്കൂളിൽ പോവാൻ. കൈയെല്ലാം ഫുള്ളായിട്ട് ഇതുണ്ടോ, ദേഹം മൊത്തം ഉണ്ട്. പക്ഷെ അതെന്തോ സ്കിൻ ഡിസീസ് ആണെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ഇവര് സ്കിന്നിന്റെ ഡോക്ടറെയൊക്കെ കൊണ്ട് കാണിച്ച്, സ്കിന്നിന്റെ അല്ല ഈ പേനിന്റെ ആണ് കേട്ടോ. ഇവിടെ വരുന്ന പകുതി ആൾക്കാർക്ക് ഇങ്ങനെ ചിലന്തിയുടെ വിഷമൊന്നും അല്ല, നമ്മുടെ ഇവിടെ കിടക്കുന്ന സാധനത്തിന്റെ വിഷം കൊണ്ട് വരുന്നത്. ഇത് കണ്ടോ, നെറ്റിയും മുഖവും കഴുത്തൊക്കെ ഉണ്ട്, ഒരുപാട് വേദന എന്നാണ് അല്ലേ കുട്ടി? പിന്നെ മോളെങ്ങനെയാ അവിടെ സ്കൂളിൽ? മോളുടെ ലിസ്റ്റ് വന്നു അതില്. അപ്പൊ അത് നമുക്കൊരു ഇതല്ലേ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ അല്ല. നിങ്ങൾ വലിയ ഔട്ട് ഓഫ് കൺട്രി അല്ലേ, അവിടെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്ന് വെച്ചാൽ പേന് വെച്ചുകൊണ്ട് നമുക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റത്തില്ല. ഇപ്പൊ ഇവിടുന്ന് അയർലൻഡിൽ നിന്നല്ലേ വന്നേ, അയർലൻഡിൽ നിന്ന് വന്ന ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. ആ അങ്കിള് പറഞ്ഞെന്താന്ന് വെച്ചാൽ അവിടുത്തെ സ്കൂളുകളിലൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യുമെന്ന്. അപ്പൊ ഈ പേന് തലയിലുണ്ടെങ്കിൽ അവരെ കയറ്റത്തില്ല, മനസ്സിലായോ? സ്കൂളിലോട്ട് അവരെ കയറ്റത്തില്ല. അതുപോലെ തന്നെ മെനിഞ്ഞാന്ന് ഫ്ലൈറ്റ് വരെ
നിർത്തി വെച്ചു. എന്തിൻ്റെ പേരിലാണ്? ഒരാളുടെ തലയിൽ പേൻ ഉണ്ടെന്ന് പറഞ്ഞ് കംപ്ലൈൻ്റ് ആക്കിയതിൻ്റെ പേരിൽ പറന്നുകൊണ്ടിരുന്ന ഫ്ലൈറ്റ് തിരിച്ചിറക്കി നിർത്തി വെച്ചു. സെർച്ച് ചെയ്താൽ മതി, കാണാം. അത്രയ്ക്കും ഒരു ഇതാണ് ഈ പേനെന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് മോളുടെ പേര് ആ ലിസ്റ്റിൽ വന്നത്, മനസ്സിലായോ? നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് വരത്തില്ല. കാരണം നമ്മുടെ നാട് അത്രയും പുരോഗമിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ പേൻ ഉണ്ടായിട്ട് വന്നാലും ഇല്ലെങ്കിലും ഒന്നും ആരും ശ്രദ്ധിക്കത്തില്ല, അവർക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഔട്ട് ഓഫ് കൺട്രിയിൽ അങ്ങനെ അല്ല, മനസ്സിലായോ? അവർ നല്ല കാര്യങ്ങൾ, A to Z കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കും. മക്കളുടെതായാലും പേനൊക്കെ ഉണ്ടെങ്കിൽ രക്ഷകർത്താക്കളെ വിളിക്കും, അവരോട് കേട്ടത് പോലും ഇല്ല. നമ്മളിവിടെ വന്ന കുറേ ക്ലയൻറ്റ് അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്ക് ഔട്ട് ഓഫ് കൺട്രിയിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ വരുന്നത്. പിന്നെ ഞാൻ ആദ്യം വീഡിയോ കാണുന്നു, പക്ഷെ ഞാൻ കാണിച്ചില്ല. പിന്നെ അമ്മ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അവിടെ നിന്ന് വന്നതാണോ മോള്? ബഹ്റൈനിന്ന് വന്നിട്ട് കുറച്ച് ദിവസം ഉള്ളിൽ ക്ലാസ്സിൽ അപ്പൊ അമ്മ പറഞ്ഞ് കൊണ്ടുപോകാം. ബഹ്റിൻ വെക്കേഷൻ ഇനിയിപ്പോ അങ്ങോട്ട് എന്നാ പോകുന്ന മോള്? 25. തിരിച്ചു പോകും അല്ലേ? അപ്പൊ പേനൊന്നും ഇല്ലല്ലോ, ഇനി നമ്മുടെ പേര് ലിസ്റ്റിൽ വരത്തില്ലല്ലോ. ഹാപ്പി ആയില്ലേ? പിള്ളേർ കളിയാക്കിയായിരുന്നു അങ്ങനെ ലിസ്റ്റിൽ വന്നോണ്ട്? അവിടെ അങ്ങനെയാ. എന്താണെന്നറിയോ? ഗുഡ് പാരന്റിങ് ആണ് അവിടെ. മാതാപിതാക്കൾ മക്കളെ അതേപോലെ വളർത്തും, മനസ്സിലായോ? നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഭയങ്കരമായിട്ട് കളിയാക്കും, കുറ്റപ്പെടുത്തും, ഒറ്റപ്പെടുത്തും. പിള്ളേർ അടുത്ത് പോലും ഇരിക്കത്തില്ല, മനസ്സിലായോ? കളിയാക്കി മാറ്റി നിർത്തും, കൂടെ കൂട്ടത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ മോക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അവിടെ അങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നത്, മനസ്സിലായോ? രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട്. നിന്റെ വിഷമം ആയിരിക്കത്തില്ല ഇവക്ക് കാര്യങ്ങളാണ് പറഞ്ഞത്. അവിടെ കിട്ടത്തില്ല കളിയാക്കൽ, മനസ്സിലായോ? എന്തുകൊണ്ടാണ് കിട്ടാത്ത? അമ്മയും അച്ഛനൊക്കെ ഇല്ലേ വീട്ടില്, അവര് പറഞ്ഞു കൊടുക്കും. കാരണം അവിടെ കളിയാക്കിയാൽ പണിഷ്മെന്റ് ഒക്കെ കിട്ടും. നമ്മുടെ നാട്ടിൽ ഒരു കുഴപ്പമില്ല. ഒന്നും രണ്ടും ഇരിക്കുന്ന നല്ലതായിരിക്കും ചിലപ്പോ. ഇത് എത്ര ഉണ്ടായിരുന്നു, എണ്ണാൻ പറ്റുമായിരുന്നു തലയില്? ഇല്ലല്ലോ, കോടിക്കണക്കിനായിരുന്നു, കോടിക്കണക്കിന്. ഇനി അച്ഛനും അമ്മ ആരും പറയത്തില്ല കേട്ടോ. മെത്ത മൊത്തം പേന്, അതാണോ ഒന്നും രണ്ടും പേന്? അത് നല്ലതാണോ? അല്ലല്ലോ. അതുകൊണ്ടല്ലേ ഈ കൈയും കാലും ഒക്കെ മുറിഞ്ഞിരിക്കുന്നത് അല്ലേ? എന്റെ കോലം കണ്ടോ? എന്തുകൊണ്ടാ? മോടെ തലേന്നോ? അതെന്താന്നറിയോ? അത് നല്ലോണം ഉണ്ടോ, ക്വാണ്ടിറ്റി കൂടുതലാ പേനിന്റെ, അതുകൊണ്ടാ. ഇനി ഏരിയയിൽ ഒരെണ്ണം പോലും വരത്തില്ല. നമ്മളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് സെക്ഷൻ ആണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇനി ഇതും കൂടെ വാഷ് ചെയ്ത് ഉണക്കി രണ്ടുപേർക്കും വീട്ടിൽ പോവാം, മനസ്സിലായോ? ഇപ്പൊ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഉറങ്ങാം, ഇരിക്കാൻ, കളിക്കാൻ, ചിരിക്കാൻ, പഠിക്കാൻ, എല്ലാം ചെയ്യാൻ പറ്റും. നിന്റെ മുടി കണ്ടായിരുന്നോ? നീ കണ്ടായിരുന്നോ? എങ്ങനെയാ മുടി കാണാൻ പറ്റുമായിരുന്നോ നേരത്തെ? ഫുള്ള് പൊതിഞ്ഞ്. എന്റെ കുഞ്ഞിന്റെ ഇവിടെ ഒക്കെ മുറിച്ച് കളഞ്ഞതേ, മൊത്തത്തിൽ മുട്ട അടിച്ച് കളഞ്ഞു ഇവിടെ. അന്നങ്ങനെ കളഞ്ഞേ? ജട പിടിച്ചോണ്ട്. എനിക്ക് മുടി ഒരുപാടുണ്ടായിരുന്നു ഈ സൈഡിൽ. അത്തമ്മ ഇവിടെ ഇത്ര ചെടയായപ്പോ അത് വെട്ടി ഇവിടെ ഇച്ചിരി ഉള്ളായിരുന്നു, അതും അങ്ങ് വെട്ടിക്കളഞ്ഞു. ബാക്കി ചെടയും കൊണ്ടല്ലേ ഇവിടെ വന്നത്, അതെല്ലാം പോയില്ലേ? അതേപോലെ അതും പോവായിരുന്നു, മുറിച്ച് കളയേണ്ട ആവശ്യമില്ല. അവളെ മുട്ടയടിച്ച് എന്താന്നറിയോ? ജട പിടിച്ചു പോയി. മുട്ടയടിക്കാൻ ഇപ്പൊ ഓക്കെ അല്ലേ? മുട്ടയൊന്നും അടിക്കേണ്ടി വന്നില്ലല്ലോ. പക്ഷെ നേരത്തെ വീഡിയോ കാണിക്കണ്ടായിരുന്നോ? അപ്പൊ ഈ രണ്ട് ഭാഗത്തെ മുടി പോകുമായിരുന്നോ? ഇല്ലായിരുന്നു. ഇനി വളർത്തണ്ടേ? നീ കാണിച്ചത് അപ്പൊ നേരത്തെ കാണിച്ചായിരുന്നെങ്കിലോ? ഇനിയിപ്പൊ അടിപൊളിയായിട്ട് മുടി വളർത്തണ്ടേ? സൂപ്പറാക്കണ്ടേ? മുഖം വീഡിയോക്കകത്ത് വരും, മുഖം കാണിക്കണ്ടേ? ഇങ്ങനെ ഇരുന്നു സുന്ദരി കുട്ടികൾ. അപ്പൊ രണ്ടുപേരും ഹാപ്പി അല്ലേ? പേൻ പോയതിലും ഒക്കെ അല്ലേ? ഇനി അടിപൊളിയായിട്ട് ഉറങ്ങാലോ, പഠിക്കാം. പഠിച്ചിട്ട് വലുതായിട്ട് ആരൊക്കെ ആവാൻ ആഗ്രഹം? പൈലറ്റ്, മോക്ക് ഡോക്ടർ. ഫ്ലൈറ്റിലും ഫ്രീ ആയിട്ട് കയറാം അല്ലേ? ഇപ്പോഴത്തേക്കൊക്കെ നമ്മള് ഓർമ്മ കാണുക രണ്ടുപേർക്കും. കാണുക തുള്ളി ഓർമ്മ കാണുമല്ലേ? മറക്കത്തില്ല അല്ലേ? ജോലിയൊക്കെ കിട്ടുമ്പോ നമ്മളെ തിരക്കി വരുവാങ്ങി നമ്മൾ ഈ കായംകുളത്ത് തന്നെ കാണും. വരണം. എന്താ കൊണ്ടുവരും വരുമ്പോ? വേറെ എനിക്ക് ഇപ്പഴും ചോക്ലേറ്റ് പൈലറ്റ് ആയിട്ട് ചോക്ലേറ്റ്
എടി അതിന്റെ ഒരു വിൻഡോ എങ്കിലും ഇളക്കി കൊണ്ട് വരണ്ടേ ഫ്ലൈറ്റിന്റെ അങ്ങനെ വീട്ടിൽ വെക്കാൻ ഇങ്ങനെ അവളെ നാസയുടെ രണ്ട് ആഗ്രഹമുണ്ട് നിന്റെ ഇതൊക്കെ കണ്ടാലേ അറിയാം നീ ഇന്റലിജന്റ് ആണ്. നീ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ബുദ്ധിജീവി ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയാം. എന്താടാ ബുജിയല്ലേ ബുദ്ധിജീവി. ഓക്കെ മോള് ഡോക്ടർ എന്തിന്റെയാ? എല്ലാത്തിന്റെയും കൂടെ ഓൾ ഇൻ ഓളോ. ഒരു എയിം നോക്കണം. ഇപ്പൊ കുട്ടികളെ നോക്കുന്ന ഡോക്ടർ ഉണ്ടാവും, ഹാർട്ടിന്റെ അങ്ങനെ കുഞ്ഞി പിള്ളേരെ നോക്കണം. പീഡിയാട്രിഷ്യൻ സ്കിന്നിന്റെ ഡോക്ടർ ആവാന്. വെരി ഗുഡ്, നല്ല കാര്യം കേട്ടോ. അത് വളരുമ്പോ പേടിയൊക്കെ മാറും. നമ്മളെ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഒന്നും തടസ്സമല്ല നേടിട്ടുണ്ടോ. അപ്പൊ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ ഒന്നുമില്ല. ഇത്രയും ഇപ്പൊ ഇവിടെ കുറച്ചിങ്ങനെ ഇതെടുക്കുമ്പോ കുറച്ച് ചെറിയ വേനൊക്കെ എടുത്തില്ലേ, അത്ര വേനയൊക്കെ കാണത്തുള്ളൂ ഇഞ്ചക്ഷൻ. സിമ്പിൾ. അപ്പൊ നമ്മള് അടിപൊളിയാവണ്ടേ എല്ലാം വളർന്നിട്ടിട്ട് നമ്മളെയൊന്നും മറക്കല്ലേ, അല്ലേ ഓർത്ത് മറക്കല്ലേ. പലപ്പോഴും ഒക്കെ വിളിക്കണം, കോണ്ടാക്ട് ചെയ്യണം. ഇവിടെ വരണം. ചിരി കണ്ട് ഇന്നലെ എന്ത് വാരുന്നു ഇവിടെ കിടന്ന്. കട രണ്ടാക്കി എന്നാ കേട്ടത്. അപ്പില്ലേ വാവാ? ചെവിയുടെ അവിടെ മാത്രമല്ല എല്ലായിടം ഉണ്ട് പൊട്ടി. എന്ത് ചെവി പൊട്ടിയിരിക്കുന്ന ടോർച്ച് എടുത്താലല്ല മോളെ, അല്ലാതെ കാണാം മൊത്തത്തിൽ. മുഖത്തൊക്കെ വരുന്നുണ്ട്. സുന്ദരി കുട്ടിക്കൊക്കെ ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ രണ്ടുപേരും? കെട്ടിപ്പിടിക്കാം നമുക്ക് രണ്ടുപേരുടെ ഷാമ്പൊക്കെ എൻ്റെ തേർത്താവും. ചക്കര കുട്ടികളെ പോയിട്ട് അടിപൊളിയായിട്ട് പഠിച്ച് നല്ല രീതിക്ക് തന്നെ കേട്ടോ. കൂട്ടുകാരൊന്നും കളിയാക്കത്തും പിടിക്കത്തൊന്നുമില്ല. രണ്ടുപേരും നല്ലോണം പഠിച്ച് നല്ല എത്തി മാതാപിതാക്കളെ നോക്കണം. ഇപ്പൊ നമ്മളെയൊക്കെ മറക്കരുത്. ഓർമ്മ വേണം രണ്ടാൾക്കും കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. ഹാപ്പി അല്ലേ രണ്ടുപേരും? സുന്ദരി പോയിക്കാം.